സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര്. പക്ഷെ പണിക്കൂലി, HUID, ഹോൾസെയിൽ വില എല്ലാം നോക്കണേ. എല്ലാം നോക്കി. ഇനി അഡോറ മതി. അഡോറ ജുവലേഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി, ഇക്കാണ്ടവാരി റോഡ്, തൃശൂർ, യൂണിറ്റ് ഓഫ് TCCom. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമഗ്ര ബജറ്റിലും വടക്കാഞ്ചേരിയോടുള്ള അവഗണന തുടരുന്നു. 2025-26 വർഷത്തെ ബജറ്റിൽ വടക്കാഞ്ചേരിയുടെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് പദ്ധതിക്ക് ₹1 പോലും വകയിരുത്തിയിട്ടില്ല. വടക്കാഞ്ചേരിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ബൈപ്പാസ് ഇല്ലാത്തതുമൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. ബൈപ്പാസ് നിർമ്മാണം വൈകുന്നത് വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നു. വടക്കാഞ്ചേരി ബൈപ്പാസിന് പുറമെ മാരാത്തുകുന്ന്, എങ്കക്കാട് മേൽപ്പാലങ്ങൾ, വാഴാനി, ചെപ്പാറ, പൂമലം ടൂറിസം കോറിഡോർ വികസനം, വിലങ്ങൻകുന്ന് വികസനം, കോൾനിലങ്ങളിലെ ജലസേചന സൗകര്യങ്ങൾ, റോഡുകൾ, സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ മറ്റ് പ്രധാന ആവശ്യങ്ങളും ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല. തൃശൂർ മെഡിക്കൽ കോളേജിന് നാമമാത്രമായ തുക മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത്. ക്യാൻസർ ഹോസ്പിറ്റലിന്റെ RCC മോഡൽ വികസനത്തെക്കുറിച്ചും യാതൊരു പ്രഖ്യാപനവുമില്ല. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കാര്യവും വ്യത്യസ്തമല്ല. വർഷങ്ങളായി കേൾക്കുന്ന കുമ്പളങ്ങാട് വ്യവസായ എസ്റ്റേറ്റിനും ബജറ്റിൽ സ്ഥാനമില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയിൽ നിന്നും പ്രഖ്യാപിച്ച 100 കോടിയുടെ പദ്ധതിയും ഇതുവരെ നടപ്പിലായിട്ടില്ല. വടക്കാഞ്ചേരി പുഴ പദ്ധതിക്ക് കൂടുതൽ പണമില്ലാത്തതിനാൽ ടെൻഡർ ചെയ്ത പദ്ധതികളുടെ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ്. പ്രളയ ദുരിതം ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക പാക്കേജുകളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള നാമമാത്ര വികസനം മാത്രമാണ് വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന തലത്തിൽ വടക്കാഞ്ചേരിയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പദ്ധതികൾ നേടിയെടുക്കുന്നതിൽ MLA പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വടക്കാഞ്ചേരിയെ അവഗണിച്ചതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി DCC സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വടക്കാഞ്ചേരിയുടെ വികസനത്തിനായുള്ള പദ്ധതികൾക്ക് സർക്കാർ അടിയന്തരമായി പരിഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും തന്നെ ബഡ്ജറ്റിലില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ വർദ്ധിപ്പിക്കുകയോ അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുകയോ പുതിയതായ വികസന പദ്ധതി പ്രഖ്യാപിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റിനെ നോക്കിയത്. കാരണം 9 വർഷമായ പിണറായി സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികളൊക്കെ തന്നെ ഇടം പിടിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. മെഡിക്കൽ കോളേജിനകത്ത് നടന്ന നവകേരള സദസ്സിൽ ഇതൊക്കെ അടുത്ത ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരുമെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ വടക്കാഞ്ചേരി ബൈപ്പാസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് വടക്കാഞ്ചേരി 2 റെയിൽവേ മേൽപ്പാലങ്ങൾ, അത് ബഡ്ജറ്റിൻ്റെ എവിടെയും കാണാനില്ല. വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ട് 10 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞ് ടെൻഡർ ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞു. ഒന്നും ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ തുടർ പ്രവർത്തനം പ്രളയവുമായി ബന്ധപ്പെട്ട് ഇനി വെള്ളം മുകളിലേക്ക് കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ യാതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ വാഴാനി, ചെപ്പാറ, പൂമല ടൂറിസം കോറിഡോർ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ വരിക എന്നല്ലാതെ അതിനകത്ത് യാതൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ കോളേജ് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പ്രധാന മെഡിക്കൽ കോളേജിലൊന്നാണ്. ആകെ 7 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകവെച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ ഒരു 100 കോടി രൂപയെങ്കിലും ഇല്ലാതെ ഇപ്പോൾ ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. എന്താണ് ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത്? MLA ഓരോ പൊതുയോഗത്തിലും പ്രസംഗിക്കുന്ന അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വലിയ പ്രസംഗം നടത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ഭരണം 10 കൊല്ലം കയ്യിലുണ്ടായിട്ടും ജില്ലാ പഞ്ചായത്തും അതുപോലെ നഗരസഭയും കയ്യിലുണ്ടായിട്ടും പഞ്ചായത്തുകളും കയ്യിലുണ്ടായിട്ടും വടക്കാഞ്ചേരി മേഖലയുടെ വികസനത്തിന് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് MLAയുടെ കഴിവുകേട് തന്നെയാണ്. MLA അതിൽ പരാജയം സമ്മതിക്കണം. ശക്തമായി സർക്കാർ സമ്മർദ്ദം ചെലുത്താനോ ഈ നിയോജകമണ്ഡലത്തിന് ആവശ്യമായ പദ്ധതികൾ മേടിച്ചെടുക്കാനോ സേവ്യർ ചിറ്റലപ്പള്ളിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ മനസ്സിലാക്കുന്നത്. ഇത് വളരെ ദയനീയമായ വടക്കാഞ്ചേരിയുടെ വികസനം കഴിഞ്ഞ 10 വർഷം മുരടിപ്പിച്ച ദയനീയമായ അവസ്ഥയാണ് പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. അതിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.